അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് വോട്ടാക്കി മാറ്റി വീണ്ടും BJPക്ക് സമ്പൂർണ്ണ വിജയം UP-ക്കാർ നൽകും എന്ന് വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ്. സമാജ്വാദി പാർട്ടി ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ശക്തി സംഭരിച്ചിരിക്കുന്നു. കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുടെ പിന്നിൽ അണിനിരന്ന് നിൽക്കുകയാണ്. BSPയുടെ പതിവ് സ്റ്റൈൽ നടക്കില്ല. BSP ഇത്രയും നാളും ന്യൂനപക്ഷങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവ് അവരിലേക്ക് ജനിപ്പിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BSPയുടെ തട്ടിപ്പ് ഇനി നടക്കില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അഖിലേഷ് യാദവ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി BSP നടത്തിയ കളികൾ എല്ലാം തന്നെ പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ആധിപത്യം BSPക്ക് എവിടെയും കിട്ടുകയില്ല. UP-യുടെ മണ്ണിൽ നിന്ന് തന്നെ BSP തൂത്തറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. അതിനിടയിൽ വരുൺ ഗാന്ധിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സമാജ്വാദി പാർട്ടി ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. വരുൺ ഗാന്ധിക്ക് എപ്പോൾ വേണമെങ്കിലും സമാജ്വാദി പാർട്ടിയിലേക്ക് പ്രവേശിക്കാം. അതിനായി വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു മികച്ച രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒത്തിരിയധികം ആളുകൾ UP-യിലുണ്ട്. അവരെ നിരാശരാക്കരുത്. അവർക്ക് വേണ്ടി പിലിഭിറ്റിൽ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും സമാജ്വാദി പാർട്ടി ആരെയാണോ സ്ഥാനാർത്ഥിയാക്കുന്നത് ആ വ്യക്തിയെ മാറ്റും. വരുൺ ഗാന്ധിക്ക് മുൻഗണന കൊടുക്കും. ഇതായിരുന്നു അഖിലേഷ് യാദവിന്റെ പ്രഖ്യാപനം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രമേൽ വരുൺ ഗാന്ധിയുടെ പ്രാതിനിധ്യം ഇന്ത്യ മുന്നണി ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിലിഭിറ്റിൽ നിന്നും 2.25 ലക്ഷം വോട്ടിന് ജയിച്ച വരുൺ ഗാന്ധിയെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ അദ്ദേഹത്തിനെ അകറ്റി നിർത്തുകയായിരുന്നു. സ്മൃതി ഇറാനിയൊക്കെ BJPക്ക് വേണ്ടി വാദിക്കുന്നതിന് എത്രയോ മുമ്പ് മേനകയും വരുൺ ഗാന്ധിയും BJPക്ക് വേണ്ടി എത്തിയതാണ്. എന്നാൽ അവർക്കൊന്നും കാശിന്റെ വില കൊടുക്കാതെയാണ് BJP നേതൃത്വം തഴഞ്ഞു വെച്ചിരുന്നത്. ഇതിനുള്ള ചുട്ട മറുപടി കൂടി കൊടുക്കേണ്ട സാഹചര്യമാണ്. മേനക ഗാന്ധിക്ക് വീണ്ടും സുൽത്താൻപൂർ സീറ്റ് മത്സരിക്കാൻ കൊടുത്തത് ഒരു സന്ധി എന്ന രീതിയിലേക്കാണ് എന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ മേനക ഗാന്ധി ഇപ്പോൾ BJPക്കെതിരെ ഒന്നും പറയുന്നതുമില്ല. എന്നാൽ വരുൺ ഗാന്ധിയുടെ സ്ഥിതി അങ്ങനെയല്ല. പിലിഭിറ്റ് എന്ന തട്ടകം വരുൺ ഗാന്ധിയുടേതാണ്. ആ സ്ഥലത്ത് മറ്റൊരാൾ BJP ടിക്കറ്റിൽ മത്സരിച്ചാൽ വരുൺ ഗാന്ധിയാണ് എതിർ സ്ഥാനാർത്ഥിയെങ്കിൽ മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും ഇല്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വരുൺ ഗാന്ധി തീർച്ചയായും BJPക്കെതിരെ മത്സരിക്കേണ്ടത് അനിവാര്യമുള്ള ഒരു വിഷയമാണെന്ന് കോൺഗ്രസ് നേതൃത്വവും ഒരുപോലെ പ്രഖ്യാപിക്കുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി വരുൺ ഗാന്ധിയെ സ്ഥാനാർത്ഥിത്വം നൽകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെന്നാണ് സമാജ്വാദി പാർട്ടിയിൽ തന്നെ നിരവധി പ്രവർത്തകരുടെ ആവശ്യം.